നമസ്കാരം, ഓണാശംസകൾ. ഇന്ന് ഞാൻ പറയുന്ന ആശയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കുന്നത്, മറിച്ച് കാലമാണ് തീരുമാനിക്കുന്നത്. ഈശ്വരനാണ്, പ്രപഞ്ചശക്തിയാണ്. വെറും 100 ദിവസത്തിനകലെ മലയാളികൾക്ക് മാത്രമല്ല, ലോകത്തിലെ 831 കോടി ജനങ്ങൾക്കും ഒരു സ്വർഗരാജ്യം കാത്തു നിൽക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ഞാൻ ഈ ഓണാശംസ ഇടുന്നത്. ഓക്കെ, ഏറിപ്പോയാൽ ഒരു 100 200 മാക്സിമം പോയാൽ 1000 പേര് ഇത് കാണുമായിരിക്കും. പക്ഷേ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് ഈശ്വരൻ്റെ മുൻപിൽ എനിക്ക് ഈശ്വരൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ടു തന്ന ആശയങ്ങൾ ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയുന്നു എന്ന് ഈശ്വരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഈ വീഡിയോ വൈറലായി എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറേ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. എനിക്ക് 4 യൂട്യൂബ് ചാനലുണ്ട്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാ വരുമാനവും 100% ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അമേച്വർ എന്നുള്ള രീതിയിലാണ് സംഭവം ചെയ്യുന്നത്. ഞാൻ ശതകോടികൾ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരാണ്. വേറെ പലതുമുണ്ട്, എന്നെക്കുറിച്ച് പറയാം. ഇത് ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തായാലും 10 മിനിറ്റ് കവിയും എന്നുള്ള ഉറപ്പാണ്. എന്തായാലും സംഭവം ഇതാണ്. നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു ജീവിതമാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ ജീസസ് സാംബശിവൻ, കൊല്ലത്താണ് എൻ്റെ വീട്. ഓക്കെ, അപ്പോൾ എന്തുവാണ് സംഭവം? ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാം. ഓക്കെ, നാടോടുമ്പോൾ നടുവേ ഓടുക, ഇതാണ് പഴമൊഴി. ഞാനത് തിരുത്തുന്നു. ഞാൻ പറയുന്ന പുതുമൊഴി ഇതാണ്: നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക. അപ്പോൾ 100 ദിവസത്തിനുള്ളിൽ, വെറും 100 ദിവസത്തിനുള്ളിൽ ഒരു സംഘർഷരഹിതവും സമ്പൽ സമൃദ്ധവുമായ സ്വർഗരാജ്യം നമ്മളെ കാത്തിരിക്കുന്നു. നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞേക്കുന്നത് 2047 ഇന്ത്യയെ നമ്പർ 1 രാജ്യമാക്കുമെന്നാണ്. ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യമാക്കുമെന്നാണ്. ഞാൻ പറയുന്നത് വെറും 100 ദിവസം കൊണ്ട്, 100 ദിവസത്തിനുള്ളിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും തന്നെ പുതിയ കാറ് വേണം, പുതിയ മൊബൈൽ വേണം, പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈലുള്ള ഷർട്ട് വേണം, വസ്ത്രങ്ങൾ. സ്ത്രീകൾക്കാണെങ്കിൽ പട്ടുസാരി തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഒക്കെ വേണം, ആഭരണങ്ങൾ വേണം. എല്ലാവർക്കും പുത്തൻ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈൽ, പുതിയതെന്നല്ല, ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈലിലുള്ള സാധനങ്ങൾ വേണം, എല്ലാം. പക്ഷേ നമുക്ക് സാമൂഹ്യ വ്യവസ്ഥയുടെ കാര്യം വരുമ്പോൾ, സോഷ്യൽ സിസ്റ്റത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് പഴയതായാലും മതി. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടോയെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. മനസ്സിലാക്കുക, 100 ദിവസത്തിനുള്ളിൽ 1 രൂപ ചെലവില്ലാതെ നമുക്കിത് നേടിയെടുക്കാം. ഇന്ത്യയെ വെറും 100 ദിവസത്തിനുള്ളിൽ ലോകത്തെ നമ്പർ 1 രാജ്യമാക്കാം, ഏറ്റവും കൂടുതൽ GDP ഉള്ള രാജ്യമാക്കാം. ഓക്കെ, അതായത് GDP ഗ്രോത്തിൻ്റെ ശതമാനം ഒരു 5% ആക്കാൻ ഓരോ രാജ്യങ്ങളും കിടന്ന് പെടാപ്പാട് പേടിയാണ്. ആ സമയത്ത് ഞാൻ പറയുന്നു, 1 രൂപ ചെലവില്ലാതെ, ശ്രദ്ധിച്ച് കേൾക്കുക, 1 രൂപ ചെലവില്ലാതെ നമുക്ക് ഇന്ത്യയുടെ
GDP ഗ്രോത്ത് അതിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ഉയർത്താം. വെറും 100 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ. ഓക്കെ. അതുപോലെ തന്നെ ലോകത്ത് 831 കോടി ജനങ്ങളിൽ ഏതാണ്ട് പകുതിയോളം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 160 കോടി കുടുംബങ്ങൾക്ക് വീടില്ല. ഇവർക്ക് വെറും 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ 1 രൂപ ചെലവില്ലാതെ നമുക്ക് നേടിയെടുക്കാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവനെ തലയ്ക്ക് വട്ടാന്ന്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ സംഭവം ഇത് പ്രായോഗികമാണെന്ന് തന്നെ ഞാൻ പറയുന്നു. വെറും 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ 1 രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം. ലോകത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റോഡുകളും പാലങ്ങളും വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ നമുക്ക് നവീകരിക്കാം ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം 1 രൂപ ചെലവില്ലാതെ. 1 രൂപ ചെലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട് നമുക്ക് 831 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ 5-10 ഇരട്ടി ഭക്ഷ്യ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാം വെറും 100 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ. ഞാൻ പറയുന്നത് പുതിയൊരു സോഷ്യോ എക്കണോമിക് സിസ്റ്റമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാൻ 3 മണിക്കൂർ വേണം. അതിൻ്റെ ചർച്ചകൾക്ക് 50 മണിക്കൂറിലധികം വേണം. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഒതുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഏറ്റവും ചുരുക്കി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുറേ നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഗുണങ്ങൾ, നേട്ടങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 10,000-കണക്കിന് നേട്ടങ്ങളുണ്ട്. ഇനി 2ാം നിരയിൽ വരുന്ന 1-2 നേട്ടങ്ങളും ഞാൻ പറയാം. എല്ലാവർക്കും ചികിത്സയും മരുന്നും സമ്പൂർണ്ണമായും സൗജന്യം, വിദ്യാഭ്യാസം, യാത്രാ സൗകര്യം, ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റുകൾക്ക്. ഞാൻ പറയുന്ന ഈ സോഷ്യോ എക്കണോമിക് സിസ്റ്റം ലോകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ. ഇത് 35 വർഷമായിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, 2000 സാമ്പത്തിക വിദഗ്ധർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഗുരുതുല്യനായ ഒരു റിട്ടയർഡ് പ്രൊഫസർ, അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഈ പറഞ്ഞ കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനുണ്ട്. അദ്ദേഹമായിട്ട് മാത്രമല്ല, നിരവധി സാമ്പത്തിക വിദഗ്ധരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം പറയാം: ജീസസിൻ്റെ കോൺഫിഡൻസ്, അതിൻ്റെ മുമ്പിൽ നമിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ് എൻ്റെ കോൺഫിഡൻസിൻ്റെ രഹസ്യം? അതായത് 35 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 100% ആൾക്കാരും എനിക്ക് തലയ്ക്ക് വട്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരാൾ പോലും എൻ്റെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാതെയാണ് ഈ അഭിപ്രായം പറഞ്ഞേക്കുന്നത്. ഓക്കെ, എൻ്റെ കോൺഫിഡൻസ് ഇതാണ്, അതിൻ്റെ രഹസ്യം ഇതാണ്. ഈ
ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ മുഴുവൻ പരിഹസിച്ചിട്ടായാലും ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ ആ കോൺഫിഡൻസിൻ്റെ രഹസ്യം ഇതാണ്. ഈശ്വരൻ, പ്രപഞ്ചശക്തി എന്നൊരു പ്രതിഭാസമുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. ഒക്കെ തൂണിലും തുരുമ്പിലും മാത്രമല്ല, അതാ ഈ അന്തരീക്ഷത്തിലും ഉണ്ട് ഈശ്വരൻ. സർവവ്യാപിയാണ്, പ്രപഞ്ചം മുഴുവനുണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ടാണെന്ന് ബൈബിളിൽ പറയുന്നു. ഓക്കെ, ജലാശയങ്ങൾ സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് സൃഷ്ടികൾ ഈശ്വരൻ സൃഷ്ടിച്ചു. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന സൃഷ്ടികളിൽ കറൻസി ഉണ്ടോ? പണമുണ്ടോ? ഇല്ല. കറൻസി ഇല്ലാത്ത ലോകമാണ് ഈശ്വരൻ സൃഷ്ടിച്ചത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങൾ, അത് ഈശ്വരൻ്റെയും പ്രപഞ്ചശക്തി ആയ ഈശ്വരൻ്റെ പ്രതികരണങ്ങൾ, എൻ്റെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട്, എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങൾ മുഴുവൻ 100% പോസിറ്റീവാണ്. ഓക്കെ, നമ്മൾ ഈ നാട്ടിലെ രാജപ്പന്മാരും കുട്ടപ്പന്മാരും പറയുന്നതല്ല കേൾക്കേണ്ടത്. ഈശ്വരൻ്റെ പ്രതികരണമാണ് നമ്മൾ അറിയേണ്ടത്. അത് 100% പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നമ്മുടെ ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള എൻ്റെ ആശയത്തെപ്പറ്റി പൊതുവെ ആൾക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ അഭിപ്രായമല്ല ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ ഏകദേശം 1.5-2 വർഷത്തിന് മുമ്പ് എൻ്റെ ആശയത്തെപ്പറ്റി ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്, അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയർഡ് പ്രൊഫസർ, എക്കണോമിക്സ് പ്രൊഫസറാണ് അദ്ദേഹം ഏകദേശം 14 വർഷം ഈ ആശയം പഠിച്ച ശേഷം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു, ഏകദേശം 1.5-2 വർഷത്തിന് മുമ്പ്. അത് കൂടാതെ നിസ്സാരനായ എന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തു. അതിൻ്റെ 2 വീഡിയോയും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ട്. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ ആ വീഡിയോകൾ കാണാം. ഞാനും നിരവധി വീഡിയോകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഏകദേശം 2000-ഓളം സാമ്പത്തിക വിദഗ്ധർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, മലയാളികൾ മാത്രമല്ല, ഏകദേശം 8000-ഓളം വിദേശീയരും എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ പൊതുവെ ഈ പറയുന്ന കണക്ക് കൂടുതൽ ഇതിനെ പറ്റി ഗഹനമായിട്ട് ആഴത്തിൽ പഠിക്കാത്ത ആൾക്കാരും പെട്ടെന്ന് പറയും, ഓ ഇതൊന്നും നടക്കത്തില്ല, അപ്രായോഗികമാണ്, ഉട്ടോപ്യൻ ഐഡിയ ആണ് എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് പ്രായോഗികം? ഓക്കെ, ഓരോ രാജ്യത്തിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ബോംബിടാം, 53 കുഞ്ഞുങ്ങളെ കൊല വിളിക്കാം. അത് പ്രായോഗികമാണ് നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ. ഓക്കെ, മയക്കുമരുന്ന് കച്ചവടം നടത്താം, സ്വർണ്ണപ്പാളി മോട്ടിക്കാം. ഓക്കെ, തീവ്രവാദികൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ബോംബ് വെച്ച് നാട്ടുകാരെയൊക്കെ കൊല്ലാം. ഓക്കെ, അങ്ങനെ നിരവധി അധാർമികമായ കാര്യങ്ങൾ നിങ്ങളുടെ
ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ പ്രായോഗികമാണ്. അതായത് അധാർമികമായതെന്തും നിങ്ങളുടെ, വീണ്ടും പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ പ്രായോഗികമാണ്. ധാർമ്മികമായ എൻ്റെ ആശയങ്ങൾക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ, ഒരു വീഡിയോ പോലും കാണാതെ, അതിൻ്റെ പുസ്തകങ്ങൾ വായിക്കാതെ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാം. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ 35 വർഷമായിട്ട് എതിർപ്പുകളെ പല രീതിയിൽ, പല ഡയമെൻഷനിൽ, പല ഇൻറ്റൻസിറ്റിയിൽ വന്നിട്ടും എനിക്ക് കുലുക്കമില്ല. കാരണം ആ കോൺഫിഡൻസിൻ്റെ രഹസ്യം ഇതാണ്. ഈശ്വരൻ, പ്രപഞ്ചശക്തി എൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കിയത്. സൗകര്യമുണ്ടോ വിശ്വസിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഇതൊക്കെ നേടിയെടുക്കുക? നോക്കുക, ഭൂമിയിലെല്ലാം ഉണ്ട്. വീട് കെട്ടാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ റോഡുകളും പാലങ്ങളും ഒക്കെ ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും ഭൂമിയിൽ അവൈലബിൾ ആണ്, നൂറ്റാണ്ടുകളായിട്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ പോരെ? എന്തുവാണ് തടസ്സം? സഖാവ് പിണറായി പറഞ്ഞത് 2018 പറഞ്ഞത്, 2016 തൊട്ട് 18 വരെ ഇടതുമുന്നണി ഭരിച്ചു. അദ്ദേഹം തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ്, പത്രത്തിലൊക്കെ വന്നതാണ്. ഒരു സഖാവ് പോലും അത് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന, അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവൻ ചർച്ച ചെയ്യണമെന്നാണ്. 2016 തൊട്ട് 18 വരെ ഇടതുമുന്നണി ഭരിച്ചു. ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഗവൺമെൻറ്റിന് ഫണ്ടില്ല, പണമില്ല. ഓക്കെ, അത് പറഞ്ഞ് അങ്ങനെ നിർത്തിയില്ല. ഇനിയുമുണ്ട് 3 വർഷം, 2019 തൊട്ട് 2021 വരെ ഇനിയും 3 വർഷമുണ്ട്. ഇനിയും ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് ഫണ്ടില്ല, പണമില്ല. ഈശ്വരൻ അളവറ്റ രീതിയിൽ പ്രകൃതി സമ്പത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചങ്ങ് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ. എന്താണ് തടസ്സം? പണം, കറൻസി ബേസ്ഡ് സിസ്റ്റം. ഈശ്വരൻ സൃഷ്ടിച്ചത് കറൻസി ഇല്ലാത്ത ലോകമാണ്. പക്ഷേ മനുഷ്യന് കയറി ഇതങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു, ആകെ കുളമായി. അത് പുലിവാല് പിടിച്ചൊക്കെയാണ്. ഈ നിലനിൽക്കുന്ന ഏതാണ്ട് 5000 കൊല്ലമായി ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം വന്നിട്ട്. അത് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് സമ്പൂർണമായും അശാസ്ത്രീയമാണെന്ന് ഞാൻ പറയുന്നു. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ഇത് എന്ന് മുതൽ തുടങ്ങിയോ അന്ന് വരെ, ആ കാലഘട്ടം മുഴുവൻ ഇപ്പോഴും നൂറ്റാണ്ടുകളായിട്ട് 50% ആൾക്കാരും കൊടും പട്ടിണിയിലോ അർത്ഥപട്ടിണിയിലോ ആണ്. 50% പേർക്ക് വീടില്ല, നല്ല ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, നല്ല ജീവിത സാഹചര്യങ്ങളില്ല, നല്ല വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യമില്ല. അങ്ങനെ നിരവധി 50% ആൾക്കാർ നമ്മുടെ ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുകയാണ് നൂറ്റാണ്ടുകളായി. അത് തന്നെ തെളിവാണ് ഇത് അശാസ്ത്രീയമാണെന്നുള്ളത്. അതായത് നമുക്ക് പുതിയ കാറ് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം വേണം. പക്ഷേ സോഷ്യൽ സിസ്റ്റം, സാമൂഹ്യ വ്യവസ്ഥ അത് പഴയതായാലും മതി. ഏതാണ്ട് മരമണ്ടൻ ഉണ്ടാക്കിയ സാധനമാണിത്. ഒക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. നിങ്ങൾക്കിതൊരു വിഷയമായിട്ട് തോന്നാത്തത്
എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിത് ഒക്കെ തന്നെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. നിരവധി ആൾക്കാർ നിർദ്ദയമായ രീതിയിൽ പോലും, ക്രൂരമായ രീതിയിൽ പോലും എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഐ ആം കോൺഫിഡൻറ്റ്. നമ്മുടെ ടി വിയിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് പറയാം. അത് കുറച്ച് സാമ്പത്തിക വിദഗ്ധരും കുറേ ലക്ഷം ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അല്ല കോൺഫിഡൻസിൻ്റെ രഹസ്യം. മറിച്ച് ഈശ്വരൻ, പ്രപഞ്ചശക്തി എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഞാനൊന്ന് പറയാം. ഈ ആശയം ഈ പറഞ്ഞ നമ്മുടെ ഡോക്ടർ BA രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ കേരള ശബ്ദത്തിൻ്റെ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കേരള ശബ്ദം നാന തുടങ്ങിയതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മറ്റുമൊക്കെ ആയിരുന്ന ഡോക്ടർ BA രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ പോലെ ജീസസ് എടുത്തേക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, അതിനുശേഷം കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അപ്പോൾ അത് ഏകദേശം ഒന്ന് വിവരിക്കണമെങ്കിൽ 3 മണിക്കൂർ വേണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന സ്റ്റെപ്പുകൾ ഞാൻ 4-5 പറയുന്നുള്ളൂ. നിരവധി സ്റ്റെപ്പുകളുണ്ട് ബാക്കി. ഇതുപോലെ ഇത് തന്നെ മലയാളികൾക്ക് സമയമില്ല ഇതൊന്നും കേൾക്കാൻ. കാര്യം വലിയ ഘനഗംഭീരമായ നിയോഗങ്ങളല്ലയോ മലയാളികൾ കൊണ്ട് നടക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം. ഭയങ്കര കർമ്മമാണ്. ഒരു ജോലി വാങ്ങിച്ച് ശമ്പളം ഇല്ല, കടമെടുത്ത് കിട്ടുന്ന ശമ്പളം വാങ്ങിച്ച് എന്നിട്ട് ഒരു കുടുംബം അങ്ങോട്ട് കൊണ്ടുപോവുക, മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് അവരെ കല്യാണം കഴിപ്പിച്ച് കൊച്ചു മക്കളൊക്കെ ആയി സ്വസ്ഥമായിട്ട് മരിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ഞാൻ വെറും 10% മാർക്കേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എത്ര പേര് ഇത് കേട്ടോണ്ടിരിക്കുന്നതിൽ എത്ര പേര് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആയുധ വ്യാപാരികൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും? ഇല്ലെങ്കിൽ അവരെയൊക്കെ മുഴുവൻ 100% പേര്, അതായത് ആയുധ വ്യാപാരികൾ എന്ന വാക്ക് ജീവിതത്തിൽ ഒരു തവണ പോലും പറയാത്ത ഏതൊരു മനുഷ്യനെയും ഞാൻ വെറും അമൂൽ ബേബികളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് വലിയൊരു സബ്ജക്റ്റാണ്. അത് സംസാരിക്കണമെങ്കിൽ വേറെ 10 മണിക്കൂർ വേണം. ഓക്കെ, അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന് പകരം പുതിയൊരു സിസ്റ്റം വേണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾ സെയിം, അതായത് ഈ സിസ്റ്റത്തിന് പകരം വേറൊരു സിസ്റ്റം വേണം, ഇത് അശാസ്ത്രീയമാണെന്ന് തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? അങ്ങനെ ചിന്തിക്കാത്തവർ, എൻ്റെ വിലയിരുത്തൽ ഇതാണ്: ഒന്ന്, ലോകപരിചയമില്ല. ലോകപരിചയം എന്ന് പറയുന്നത് 10,000 ആൾക്കാരെ പരിചയപ്പെടുന്നതൊന്നുമല്ല. ആദ്യം അറിയേണ്ടത് ആരാണ് ലോകം ഭരിക്കുന്നതെന്നുള്ളതാണ്. നരേന്ദ്രമോദി, BD സതീശൻ, നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, ഇവരൊക്കെയാണ് ലോകം ഭരിക്കുന്നതെന്ന് ഓരോരുത്തർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അവരെയൊക്കെ ഭരിക്കുന്ന വേറെ ആൾക്കാരുണ്ട്, 13 ഫാമിലി. അതിന് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എന്തായാലും കം ടു ദ പോയിന്റ്. കറൻസി രഹിത വ്യവസ്ഥ, ഇതിൻ്റെ അടിസ്ഥാന സ്റ്റെപ്പുകൾ ഞാൻ പറയാം. നിരവധി സ്റ്റെപ്പുകളുണ്ട്, 4-5 ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, കാര്യം നിങ്ങൾക്കും സമയമില്ല, എനിക്കും സമയമില്ല. ഓക്കെ, ദാണ്ടെ ഭൂമിയിലെ ഓരോ തരി മണ്ണും ഓരോ തുള്ളി വെള്ളവും വ്യാപാര വ്യവസായശാലകളും ഗവൺമെൻറ്റുകളുടെ ഉടമസ്ഥതയിൽ വരുത്തുക.
ഇതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളും മാറ്റി എഴുതുക. കറൻസി നിർത്തലാക്കുക. പകരം ജോലിയുടെ വലിപ്പച്ചെറുപ്പം മൂല്യം അനുസരിച്ച് ജോബ് കാർഡ് സിമിലർ ടു ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് കാർഡ് നൽകുക. ഈ കാർഡ് അനുസരിച്ച് പല അളവുകളിലും പല നിലവാരങ്ങളിലും നിയന്ത്രിത അളവുകളിലും എല്ലാ അവശ്യ സാധനങ്ങളും ഗവൺമെൻറ്റിന് പൗരന്മാർക്ക് സൗജന്യമായി നൽകാൻ കഴിയും. ഈ കാർഡ് ഓരോ മാസവും പുതുക്കാൻ നിബന്ധന വെക്കുക. ഒരു മാസം 160 മണിക്കൂർ മിനിമം ജോലി ചെയ്തിരിക്കണം എന്ന് നിബന്ധന വെക്കുക. ഇതിൽ വിലക്കയറ്റമില്ല, ഇൻഫ്ലേഷനില്ല, റിസഷനില്ല. പർച്ചേസിംഗ് പവർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. ഒറ്റ വാക്കി പറയാം, ഈ പറഞ്ഞ ജോബ് കാർഡില്ലേ അത് സൂപ്പർ പർച്ചേസിംഗ് പവറുള്ള സൂപ്പർ മണിയാണ്. വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, 50% മുതൽ 500% വരെ GDP ഗ്രോത്ത് ഉണ്ടാക്കാം 100 ദിവസം കൊണ്ട് ₹1 ചിലവില്ലാതെ. ഓക്കെ, അതിൽ പറയുമ്പോൾ ഈ പറയുന്ന പ്രകൃതി സമ്പത്ത് 2 തരമായിട്ട് തിരിക്കാം. ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമുള്ള നാച്ചുറൽ റിസോഴ്സസ്, പിന്നെ അൺലിമിറ്റഡായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന പ്രകൃതി സമ്പത്ത്. ഇപ്പോൾ ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയേ നമുക്കുള്ളൂ, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ശരി. പക്ഷേ കാർഷിക വിഭവങ്ങൾ അൺലിമിറ്റഡായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, നെല്ല്, ഗോതമ്പ്, മലക്കറികൾ, കോഴിയിറച്ചി, മാട്ടിറച്ചി, ആട്ടിറച്ചി, ഇതെല്ലാം എത്ര വേണമെങ്കിലും അൺലിമിറ്റഡായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ അത് ഇന്നത്തെ വ്യവസ്ഥയിൽ പറ്റില്ല. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ അത് സംഭവിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. അൺലിമിറ്റഡായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഈ കറൻസി രഹിത വ്യവസ്ഥയിൽ. അപ്പോൾ നമുക്ക് GDP ഗ്രോത്ത് എത്ര വേണമെങ്കിലും ടോപ്പിലോട്ട് എത്ര വേണോ അത് നിശ്ചയിക്കുക. അത് നമുക്ക് സാധിക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തത് 160 കോടി വീടുകൾ 2 ദിവസം കൊണ്ട് ₹1 ചെലവില്ലാതെ നിർമ്മിക്കാം. എങ്ങനെ? അതായത് നമ്മുടെ എലോൺ മസ്കിനെ അറിയാമല്ലോ, പുള്ളിയുടെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു പ്രോഡക്റ്റ് അല്ല, അതായത് ഈ പാർട്സ് കൂട്ടി യോജിപ്പിച്ച് പെട്ടെന്ന് വീട് ചെയ്യാം. അതായത് വീടിൻ്റെ തന്നെ പല പാർട്സുകൾ ഉൽപ്പാദിപ്പിച്ച് അത് കൂട്ടി യോജിപ്പിച്ച് ചെയ്യാം. ആ പാർട്സ് റെഡിയായി കഴിഞ്ഞാൽ വെറും 48 മണിക്കൂറല്ല, 36 മണിക്കൂർ പോലും വേണ്ട നമുക്ക് അത് കൂട്ടി യോജിപ്പിച്ചൊരു വീടുണ്ടാക്കാൻ. അതിന് ഏകദേശം $10,000 ഇപ്പോൾ വില. പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ ഫ്രീ ആണ് സംഭവം. ഇത് ഇടയ്ക്ക് പറയട്ടെ, ഈ ആശയത്തിൻ്റെ ഒരു രത്നം ചുരുക്കം ഞാൻ പറയാം, ഒരു നിർവചനം പോലെ. പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാം. അപ്പോൾ 160 കോടി വീടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും 2 ദിവസം കൊണ്ട്.
രൂപ ചിലവില്ലാതെ. ഓക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഉദാഹരണത്തിന് ഇന്ത്യ എടുക്കുക. 62 ലക്ഷം കിലോമീറ്റർ റോഡാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ പകുതിയിലധികം ലേറ്റസ്റ്റ് രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിലും ഈ 62 ലക്ഷം കിലോമീറ്ററിനെ ഒരു ദിവസം ഒരു ഗ്രൂപ്പ് തൊഴിലാളികൾ 1 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നവീകരിക്കുന്നു. അതായത് എത്രയോ ഗ്രൂപ്പ് തൊഴിലാളികൾ, 30,000, 40,000, 50,000, 80,000, 2 ലക്ഷം ഗ്രൂപ്പുകൾ തൊഴിലാളികൾ ഒരു ദിവസം 1 കിലോമീറ്റർ വെച്ച് 100 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ റെഡിയാക്കുകയാണെങ്കിൽ 62 ലക്ഷം കിലോമീറ്റർ റോഡുകൾ ഏകദേശം 100 ദിവസം കൊണ്ട് ചെയ്യാം. അത് ഗ്രൂപ്പ് ഈ തൊഴിലാളികളുടെ ഗ്രൂപ്പുകളുടെ എണ്ണം കൂട്ടിയാണെങ്കിൽ അത് 30 ദിവസം കൊണ്ട് സാധിക്കാം. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയിൽ കിടക്കുന്ന കണ്ടോ, എത്രയോ വർഷങ്ങളായിട്ട് കിടന്ന് കളിക്കുന്നു. ഇത് വെറും 30 ദിവസം കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഗ്രൂപ്പ് തൊഴിലാളികൾ ദിവസം 1 കിലോമീറ്റർ വെച്ച് ചെയ്യാം. ഓക്കെ. എത്രയാണ് വേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് പണം കൊടുക്കണ്ടേ? അവർക്ക് എന്ത് ശമ്പളം കൊടുക്കും? അവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ജോബ് കാർഡ് കൊടുക്കുക. അത് വെച്ച് എല്ലാം അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ 100 ദിവസം കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? നെല്ല് വിതച്ച് വിള കൊയ്യാൻ ഏകദേശം 100 ദിവസം മതി. 90 ദിവസം വേണ്ടി വരുന്ന വിത്തുണ്ട്. 110 ദിവസം കൊണ്ടും വിളവ് തരുന്ന വിവിധ ഇനം വിത്തുകളുണ്ട്. നെല്ല് മാത്രമല്ല, ഏതാണ്ട് എല്ലാ കാർഷികോൽപ്പന്നങ്ങളും ഏകദേശം 100 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ സിസ്റ്റത്തിൽ പണമൊന്നും വേണ്ട, നിസ്സാരമായിട്ട് ചെയ്യാം എന്ന് പറയാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ലോകം സമ്പൽ സമൃദ്ധമാക്കാൻ അതാണ്ട് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ അത് നമുക്ക് നേടിയെടുക്കാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വെറും 100 ദിവസത്തിനകലെ നമ്മുടെ ലോകം, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ നമുക്ക് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ സമ്പൽ സമൃദ്ധമാക്കാം, 1 രൂപ ചെലവില്ലാതെ. ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെങ്ങനെ ഇതെങ്ങനെ എന്നൊക്കെ ചോദിക്കും. ഒരാളുടെ കാര്യം ഞാൻ പറയാം. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹം. ലോക്കൽ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ ഈ കറൻസി ഇല്ലാത്ത ലോകമൊന്നും പഠിപ്പിക്കാൻ നോക്കി, നടന്നില്ല. അങ്ങർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങർക്ക് മാത്രമല്ല, ഭൂരിപക്ഷം പേർക്കും ഇത് മനസ്സിലാകത്തില്ല. അതിനുള്ള മൈൻഡ് സെറ്റപ്പ് ഇല്ല. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്നു. അതിലൊരു പ്രൊഫസറാണ് നമ്മുടെ മാർട്ടിൻ പാട്രിക് സാർ. അദ്ദേഹം മാത്രമല്ല, നിരവധി പ്രൊഫസർമാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട്. IAS ഉൾപ്പെടെ ഇപ്പോൾ സർവീസിലുള്ള IAS അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. അങ്ങനെയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ആശയത്തെ. ഓക്കെ. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കും. എന്തായാലും ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് വിശദമായിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 35 മിനിറ്റായി. 35 മിനിറ്റ് പോരാ, മണിക്കൂറുകളോളം വേണം. ഇതിൻ്റെ ചർച്ചകൾക്ക് ദിവസങ്ങളോളം വേണം. ശരി, പക്ഷേ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്.
ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 1000 പേര് നമ്മുടെ ശ്രോതാക്കളായിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്നാൽ തന്നെ ഇതുവരെ മുഴുവൻ കണ്ടിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളിത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ആശയം പ്രചരിപ്പിക്കുക. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ഞാൻ ജനനന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അമേച്വർ യൂട്യൂബറാണ് ഞാൻ. ഓക്കെ, ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ, ലോകം സമ്പദ് സമൃദ്ധമാക്കുക. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ്. വിശദീകരിച്ച് വലിയ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു 50 മണിക്കൂർ ഞാൻ സംസാരിക്കുക. ഇതിനെ പറ്റി മാത്രമല്ല, വിവിധ വിഷയങ്ങളിൽ, അതായത് മലയാളികൾക്ക് അറിയാത്ത വിഷയങ്ങൾ മാത്രം ഞാൻ 50 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഏകദേശം 36 മിനിറ്റായി. ഓക്കെ, 36 മിനിറ്റല്ല, 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, നിങ്ങൾ ആരും ചിന്തിക്കാത്ത വിഷയങ്ങൾ മാത്രം 50 മണിക്കൂർ ഞാൻ സംസാരിക്കാം. അങ്ങനെയുള്ളൊരു കാലം താമസിയാതെ വരിക തന്നെ ചെയ്യും. അതിനുള്ള അവസരം എനിക്ക് കിട്ടുമെന്ന് തന്നെ 100% കോൺഫിഡൻ്റായിട്ട് ഞാൻ പറയുന്നു. ഞാൻ കോൺഫിഡൻ്റാണ്. ഓക്കെ, നമ്മുടെ ടി വിയിലെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനോട് പറയാം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.